Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീഡിങ്സ് ഓൺ കേരളയുടെ കുറച്ച് റാൻഡം ആയിട്ടുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീഡിങ്സ് ഓൺ കേരളയുടെ MCQ ഇട്ടിട്ടില്ലേ, ക്യാരക്ടർ സ്കെച്ച് ഇട്ടിട്ടില്ലേ എന്ന് കുറച്ച് കുട്ടികൾ ചോദിച്ചു. നമ്മളെല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപോകേണ്ട വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഞാൻ ഫ്രിഞ്ചസിന്റെയും കേരളയുടെയും മിക്സ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വീഡിയോ പറയുമ്പം ഏത് കേരളത്തെയാണോ ഫ്രിഞ്ചസിലെ ആണോ എന്ന് ഞാൻ പറയുന്നുണ്ട് ക്യാരക്ടറിന്റെ. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ MCQന്റെ 2 പാർട്ട് വീഡിയോ, പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ മൊഡ്യൂളിനെയും റിവിഷൻ ഫ്രിഞ്ചസിന്റെ പോലെ തന്നെ റിവിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റാൻഡം 2 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രോ ലൈൻസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്തതാണ്. നമ്മുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വീഡിയോസ് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഷോർട്ട് എസ്സേയിലേക്ക് കിടക്കാം. ഷോർട്ട് എസ്സേ ഒരു പേജിന്റെ ഒരു പുറമാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി ഫ്രിഞ്ചസ് ഒക്കെ എഴുതി വന്ന കുട്ടികളാണ്. ടൈം തികയില്ല എന്നാണ് എല്ലാവരും പറയണേ. ഞാൻ പറഞ്ഞില്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം, ടൈം വേഗത്തിൽ എഴുതണം, സ്പീഡിൽ എഴുതിയിട്ട് എന്താ പറയുക, വൃത്തി പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ എഴുതണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മിസ്സിന് അറിയാം എക്സാം ആവുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ടൈമിന്റെ ഇഷ്യൂ ഒക്കെ വരും, കുഴപ്പമില്ല, പാസ് ആവുമല്ലോ എല്ലാവരും എന്തായാലും. അപ്പം നമുക്കിനി എന്തായാലും ഷോർട്ട് എസ്സേക്ക് കിടക്കാം. അപ്പം ഒന്നാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ വാട്ട് ഹാരി സീസ് അബൌട്ട് ദി മ്യൂസിക്കൽ ട്രഡീഷൻ ഇൻ മലയാളം മൂവി ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പം നമ്മുടെ ഇതില് പാഠഭാഗം ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ റൈറ്ററിന്റെ പേര് മാത്രമാണ് അവർ ഹിന്റ് ആയിട്ട് തന്നേക്കുന്നത്. ഹാരിസിന്റെ പേരാണ് റിന്റ് ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം 50 years ഓഫ് മലയാളം സിനിമ എന്നുള്ളതാണ്. ഇവര് മലയാളം മൂവി എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ പാഠഭാഗത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതില് പാട്ടുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ടിന്റെ ഒരു ട്രഡീഷന് തന്നെ ഒരു മാറ്റം സംഭവിച്ചു സിനിമകൾ വന്നപ്പോ. അപ്പൊ അതാണ് നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു മിത്തിനെ കുറിച്ച്. പിന്നെ നീലക്കുയില് ഇപ്പോഴും ഒരു എന്താ പറയാ, നമ്മുടെ സൊസൈറ്റിയിൽ പ്രാധാന്യമുള്ള ഒരു സിനിമയായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള രീതിക്കുള്ള ചോദ്യമൊക്കെ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ആൻസർ നോക്കാം. നമ്മൾ 50 years ഓഫ് മലയാളം സിനിമയിൽ മലയാളം സിനിമയിലെ പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ആദ്യത്തെ കാലത്തൊക്കെ ഓരോ വിഭാഗക്കാർക്കോട്ട് ഓരോ പാട്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഫോക്ക് മ്യൂസിക്കും അങ്ങനെയുള്ള ഓരോ വിഭാഗക്കാർക്ക് ഓരോ പാട്ടുകളായിരുന്നു. പക്ഷെ അതൊക്കെ ഈ മലയാളം സിനിമ വന്നോടുകൂടി മാറി. മലയാള സിനിമയിൽ ക്ലാസിക്കൽ മ്യൂസിക്കും അതേപോലെ തന്നെ ഫോക്ക് മ്യൂസിക്കും പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്സും ഒരുമിച്ച് ചേർത്ത് പറയുന്ന രീതിക്കാണ് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാട്ടുകളുടെ ഒരു ട്രഡീഷന്റെ വലിയൊരു മാറ്റം സിനിമ വന്നോടുകൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യമാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിലത്തെ ആദ്യത്തെ മ്യൂസിക്കിന്റെ കാര്യം എഴുതാം. ഒരു 20th century വരെ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ഓരോ റീജിയന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പക്ഷേ അതായത് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഹാഡ് ആക്സസ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മ്യൂസിക്. അവർക്ക് മാത്രമേ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മലയാളം സിനിമ വന്നതോടുകൂടി ഇതെല്ലാം ചേഞ്ച് ആയി എന്ന് പറയുന്നു. അപ്പം ഇത് എല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കുന്ന രീതിക്കാണ് സിനിമ വന്നപ്പം എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്സും അതിൽ ഇൻക്ലൂഡ് ആയത്. എന്താ പറയുക, കമ്പൈൻ ചെയ്യുന്ന രീതിയിൽ കോമ്പിനേഷൻ പോലെ ഫോക്ക് മ്യൂസിക്, ക്ലാസിക്കൽ, അതേഴ്സ്, ലൈറ്റ് മ്യൂസിക് ഒക്കെയും എന്താ പറയുക ബ്ലെൻഡ് ചെയ്യുന്ന പോലുള്ള പാട്ടുകളാണ് പിന്നീട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാ ജനങ്ങളും ഒരുപോലെയാണ് എന്നുള്ള രീതിക്കാണ് പാട്ടുകൾ സിനിമയിൽ വന്നപ്പം ഉണ്ടായൊരു മാറ്റം. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഡസ് ദി നറേറ്റർ സേ ടു ദ റെയിൻ അറ്റ് നൈറ്റ്. റെയിൻ അറ്റ് നൈറ്റിനോട് നമ്മുടെ പോയിറ്റ് എന്തൊക്കെയാണ് പറയണേന്നാണ് ചോദിച്ചിരിക്കുന്നത്. The narrator says to the rain at night that she the pensive daughter of the dusky night. അപ്പോൾ ഇത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പെൻസീവ് ഡോട്ടർ ഓഫ് ദി ഡസ്കി നൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട് റെയിൻ അറ്റ് നൈറ്റിനെ. പിന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ സിക്ക് ബെഡിൽ കിടക്കുന്നതായിട്ടും നിന്നെ പോലെ തന്നെയാണ് ഞാൻ, മഴയെ പോലെ തന്നെയാണ് ഞാനും, ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്, സിക്കാണ്, പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്, ബെഡിൽ ഇപ്പം കിടക്കുകയാണ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ ആ ഒരു ഹെയർ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം ഒക്കെ നമുക്കിതിൽ പറയാം. അപ്പോൾ ആ ഒരു റെയിൻ ആണെങ്കിൽ ഒരു മാഡ് വുമണിനെ പോലെ ഗ്രോൺ ചെയ്യുന്നുണ്ട്, മർമർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഒരു സമ്മറി ചുരുക്കി എഴുതി കഴിഞ്ഞതിൻ്റെ ആൻസറായി. മൂന്നാമത്തെ ചോദ്യമാണ്, മെൻഷൻ അറ്റ്ലീസ്റ്റ് 5 images യൂസ്ഡ് ബൈ ദ നറേറ്റർ ടു റെപ്രസെന്റ് മെക്കാനിക്സ് ഡെവലപ്മെന്റ് ഇൻ ദ പോയം കുറ്റിപ്പുറം ബ്രിഡ്ജ്. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജിൽ കുറച്ച് ഇമേജുകൾ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡെവലപ്മെന്റിനെ കാണിക്കുന്ന രീതിക്ക് ഇമേജസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ സിമിലി കാണുന്നുണ്ട്.
സിമിലി കേട്ടോ, സിമിലി കാണുന്നുണ്ട്. സിമിലി നമ്മൾ അന്തിമഹാകാലം കുന്നിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ സിമിലി കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. മെറ്റഫർ ചാമിങ് ഗ്രാമലക്ഷ്മി ദ നില എന്ന് പറയുമ്പോഴാണ് മെറ്റഫർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇഫ് മാൻ ടേൺസ് ഇൻ ടു മിഷ്യൻ വിൽ യു മദർ പേരാർ ടേൺ ഇൻ ടു എ സാഡ് ആൻഡ് ഫൗളിംഗ് സ്മെൽ ഡ്രെയിൻ എന്നുള്ള രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു ഇമേജ് ആയിട്ട് അടുത്തൊരു ഇതായിട്ട് പറയുന്നത്, പിന്നെ ഒത്തിരി വിവിധ ഇമേജുകൾ ഈ ഒരു പാഠഭാഗത്ത് കടന്നു വരുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്നത്, പൂത്താങ്കുരു കളിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇമേജസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് എഴുതേണ്ടത് കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതേണ്ടത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ പോയിന്റ് വാണ്ട് ടു റൈറ്റ് അബൌട്ട് ഇൻ നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് ഇൻ. നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് ഇൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് പോയിട്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആളുടെ റേസിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അബൌട്ട് ഹിസ് റേസ്, ദളിറ്റ്സിനെ പറ്റി, അവർ അനുഭവിക്കുന്ന ഇൻജസ്റ്റിസ്, ബ്രൂട്ടാലിറ്റീസിനെ കുറിച്ചൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹിസ്റ്ററീസിൽ സോ മെനി ഹിസ്റ്ററീസ് ഉണ്ട്, പക്ഷെ അതിലൊന്നും തൻ്റെ റേസിനെ കുറിച്ച് പറയുന്നില്ല എന്നാണ് പൊയ്കയിൽ അപ്പച്ചൻ ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത്. ഓക്കെ, ദെൻ മാർത്തോമ ചർച്ചിൽ ജോയിൻ ചെയ്യുന്നു, യോഹന്നാൻ എന്നുള്ള ഒരു പേര് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ടും ഒത്തിരി തരത്തിലുള്ള മാർജിനലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്, ഡിസ്ക്രിമിനേഷൻസ് അനുഭവിച്ചു. പിന്നീട് ദളിറ്റ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ടും പൊയ്കയിൽ അപ്പച്ചൻ പറയുന്നുണ്ട്. ദെൻ അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാധവൻ. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഇതിൽ മാധവൻ ഉണ്ട്, കുഞ്ഞാത്തൂരമ്മയുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അപ്പം ക്യാരക്ടർ സ്കെച്ച് ഇവിടെ ചോദിച്ചിരിക്കുന്ന മാധവനാണ്. മാധവൻ ഇന്ദുലേഖ, ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ്. ഒത്തിരി പഠിച്ചിട്ടുള്ള, ഒത്തിരി ഡിഗ്രീസ് ഉള്ള ഒരാളാണ്. യൂറോപ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാധവനായിട്ട് ഫ്രണ്ട് ആവും. ഒത്തിരി പ്രൈസും സ്കോളർഷിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ടീച്ചേഴ്സ് പറയുന്നത് മാധവനെ പോലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടേ ഇല്ല എന്നാണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു മാധവൻ. കാണാനും ഗുഡ് ലുക്കിംഗ്, ഹാൻസം ആണ്, ഗോൾഡൻ കളർ ബോഡിയാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്ദുലേഖായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ഒക്കെ, കുമ്മിണിയമ്മ ഫാമിലിയിലെ ഷിന്നന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ, വല്യമ്മാമനോട് തർക്കിക്കുന്ന കാര്യങ്ങൾ ഷിന്നന് വേണ്ടി, ഇതൊക്കെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത്, വാട്ട് ഡസ് ദുര്യോധന ആസ് ദ മെസ്സഞ്ചർ ടു ഡു ആൻഡ് വൈ. നമ്മുടെ കവിതയുടെ ഫസ്റ്റ് പാർട്ട് ദുര്യോധനന്റെ കവിതയുണ്ട് അല്ലെ, ഘോഷയാത്ര എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കവിതയില് മെസ്സഞ്ചർ, ഫസ്റ്റ് പാർട്ട് കവിതയിൽ കാണുന്നത് മെസ്സഞ്ചർ നമ്മുടെ പാണ്ഡവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞ് വന്നിട്ട് ദുര്യോധനന്റെ അടുത്ത് പറയുന്നതാ. അപ്പൊ ദുര്യോധനൻ മെസ്സഞ്ചറിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. Duryodhana was a very evil man who was fond of doing wicked things. After forcing Pandavas to go into exile into the forest, he wanted to find out secretly how they were managing there. അപ്പൊ അവരെ ഈ കള്ളത്തരക്ക് കാണിച്ച് പാണ്ഡവരെ ദ്വൈതവനത്തിലേക്ക് അയച്ചതിന് ശേഷം അവരെങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെസ്സഞ്ചറിനെ വിടുന്നത്. മെസ്സഞ്ചറിനെ വിട്ടിട്ട് മെസ്സഞ്ചർ തിരിച്ചു വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ നല്ല രീതിക്കാണ് ജീവിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ദുര്യോധനൻ ഇത് കേൾക്കാണ്. പാണ്ഡവർ ഹാപ്പി ആണെന്ന് കേൾക്കുമ്പോൾ മെസ്സഞ്ചറിനോട് ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ ദുര്യോധനൻ പറയാണ്, നീ അവരുടെ കൂടെ പോയിക്കോ, അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നീ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിമീസ് ആർ ബെറ്റർ ദാൻ ദോസ് ഹു ആർ കൈൻഡ് ആൻഡ് സപ്പോർട്ട് ടു ദ എനിമീസ് എന്നാ പറയുന്നത്. അതായത് എനിമീസ് ആർ ബെറ്റർ ദാൻ ഫ്രണ്ട്സ് എന്ന് നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ, അതായത് എനിമീസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെക്കാളും നല്ലത് എനിമീസാണ്. എനിമീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനേക്കാളും നല്ലത് എനിമീസാണ്. അതുകൊണ്ട് നീ വേണമെങ്കിൽ പാണ്ഡവരുടെ കൂടെ ജോയിൻ ചെയ്തോ, നീ അവരുടെ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ദുര്യോധനൻ ചോദിക്കുന്നത്. then അടുത്തത് 7ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ഗാമ ഫ്രം ലിസ്ബൺ ടു കാലിക്കട്ട്. ഇത് മേ ബി നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമായിരിക്കും, പക്ഷെ ഒന്ന് പഠിച്ചു വെച്ചോ, എങ്ങാനും വന്നാലോ. കാരണം ഇതിൽ ഒത്തിരി ഇയേഴ്സ് വരുന്നുണ്ട്. വാസ്കോ ഡ ഗാമ അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ബേലം ലിസ്ബണിൽ നിന്ന് 25 മാർച്ച് 1497 അതിനുശേഷം 5 മാസം യാത്ര ചെയ്തിട്ടാണ് അവർ സൗത്ത് ആഫ്രിക്കയിൽ 18 ഓഗസ്റ്റ് 1497 എത്തുന്നത്. അതിനുശേഷം വീണ്ടും 3 മാസത്തെ യാത്രയ്ക്ക് ശേഷം അവർ ക്രിസ്മസ് ഡേ കോസ്റ്റ് ഓഫ് നറ്റലിൽ എത്തുന്നുണ്ട്. ഡിസംബർ 25 അവിടെ എത്തുന്നത്. അതിനുശേഷം 6 ജാനുവരി 1498 അവർ റിവർ ഓഫ് മെറായിൽ എത്തുന്നുണ്ട്.
അതിനുശേഷം 21 ഏപ്രിലിൽ അവർ മൊംബാസ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുന്നത്. പിന്നെ 29 ഏപ്രിലിൽ അവർ മെലിൻഡയിൽ എത്തുന്നുണ്ട്. അവിടെ 3 മാസം കഴിയുന്നുണ്ട്. അവിടുത്തെ കിങ് ആണ് പിന്നീട് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് പോന്നിട്ട് മലബാറിൽ അവർ എത്തുന്നത് 6 ഓഗസ്റ്റ് 1498 1498 കോസ്റ്റ് ഓഫ് മലബാർ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം അവർ കണ്ണൂർ വഴി പിന്നീട് കോഴിക്കോടേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ഈ ഇയേഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും ഈ ഒരു യാത്ര പറയാനായിട്ട്, ജേർണീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ പഠിക്കാൻ പറ്റുന്നവരൊക്കെ വെച്ചാൽ പഠിക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വരും ഇല്ലയൊന്നും നമുക്കറിയില്ല. എന്നാലും പഠിച്ചു വെക്കാൻ പറ്റുന്നവർ പഠിക്കൂ കേട്ടോ. പിന്നെ വാട്ട് ഈസ് ഗുരു ടേക്ക് ഓൺ 5 ഹ്യൂമൻ സെൻസസ്? ഇതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്, ഇപ്പൊ നമ്മൾ ഡെയിലി കോൺവെർസേഷൻ നടത്തുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, കുറച്ച് പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മറ്റുള്ളവർക്കും എന്നുള്ള രീതിക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളിലുള്ള ഇപ്പോഴത്തെ നോളജ്, വി തിങ്ക് വി ഗെറ്റ് അവർ നോളജ് ഫ്രം അവർ 5 സെൻസസ്. നമ്മുടെ 5 സെൻസസിലൂടെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്, അറിവ് കിട്ടുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ശ്രീനാരായണ ഗുരു പറയുന്ന കാര്യം അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് അറിവ് നേടിയെടുക്കാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് ചാൻറ്റ് ചെയ്ത് റീഡ് ചെയ്ത് സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ടുള്ള ട്രൂ നോളജ് നമ്മുടെ ഉള്ളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്തിരിക്കണം. എന്തൊക്കെ? റീഡിങ്, ചാൻറ്റിങ്, മാസ്റ്ററിങ് സ്ക്രിപ്റ്റേഴ്സ്, അതായത് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ജപിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പറയുന്ന കാര്യം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ച് ശരിയായിട്ടുള്ള ഒരു നോളജ് നമ്മൾ നേടിയെടുക്കണം എന്നുള്ള കാര്യമാണ്. അപ്പം അതിന് ദ നോളജ് ദ 5 ഹ്യൂമൻ സെൻസസ് ഹാവ് നോ സീരിയസ് റോൾ. അപ്പം അതിനു വേണ്ടി നോളജ് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ 5 സെൻസുകൾക്ക്, കണ്ണ്, മൂക്കിനൊന്നും അത്രയും പ്രാധാന്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പറയുന്നത്. പിന്നെ 9ാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫോർമേഷൻ ഓഫ് SJPS. SJPSന്റെ ഫുൾ ഫോം എഴുതണം. ഞാനിവിടെ എഴുതിയിട്ടില്ല. സാധുജന പരിപാലന സംഘം എന്നുള്ളതാണ് ഫുൾ ഫോം. അയ്യങ്കാളിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ സാധുജനം, പുവർ പീപ്പിളിനെയും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സംഘമായിട്ടാണ് അവരുടെ ഗ്രീവൻസസ് ഒക്കെ, വിഷമങ്ങളൊക്കെ പരിഹരിക്കാനും അവർക്കൊരു സപ്പോർട്ട് കിട്ടാനും വേണ്ടി ദളിതായിട്ടുള്ള അയ്യങ്കാളി തന്നെ ദളിത്സിന് വേണ്ടി, ഓൾ സാധുജനങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് SJPS. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ആരാണ് സാധുജനം, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാം കേട്ടോ. പിന്നെ 10ാമത്തത്, ഹൗ ഹാസ് മലയാളം ലിറ്ററേച്ചർ ട്രീറ്റഡ് ദി മിത്ത് ഓഫ് പരശുരാമൻ? പരശുരാമന്റെ മിത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ പാഠഭാഗം എടുത്തപ്പോൾ പിന്നെ റിവിഷന്റെ ഇതിലൊക്കെ ഞാൻ കൃത്യമായിട്ട് ആ ഒരു മിത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ബാലാമണി അമ്മ ഈ ഒരു മിത്തിനെ വീണ്ടും റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് എഴുതിയ കഥയൊക്കെ. അപ്പൊ പരശുരാമന്റെ ആ ഒരു കഥ വേണം നിങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ദെൻ അതിനെ വീണ്ടും റോ മെറ്റീരിയൽസ് ആയിട്ട് എടുത്തുകൊണ്ട് പല റൈറ്റേഴ്സും എഴുതുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പഠിച്ചു വയ്ക്കാം. പിന്നെ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ സിംബോളിക് എലമെന്റ്സ് ഇൻ റെയിൻ അറ്റ് നൈറ്റ്? റെയിൻ അറ്റ് നൈറ്റിലെ സിംബോളിക് എലമെന്റ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം അതിൽ വരുന്ന സിംബോളിക് എലമെന്റ്സ് ലവ് വരുന്നുണ്ട്, യൂത്ത്, മെലങ്കളി, മെന്റൽ എഗോണി, ഡിസീസ്, ലോൺലിനെസ്. ഇതൊക്കെ നമ്മൾ ആ ഒരു റെയിൻ അറ്റ് നൈറ്റിൽ പറയുന്ന ഒരു ഡിഫറെന്റ് ഷിഫ്റ്റിംഗ് ദ മൂഡ്സ് ഓഫ് ദി നരേറ്റർ ആർ സിമിലർ ടു ദ റെയിൻ അറ്റ് നൈറ്റ് അല്ലേ. ആ ഒരു നരേറ്ററിന്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, റെയിൻ്റെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നതും സെയിം ആയിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു സിംബോളിക് എലമെന്റ്സ് വേണം നമ്മളിവിടെ പറയാൻ. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എഴുതിയിരിക്കുന്ന ഒരു പാഠഭാഗം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് എഴുതാം. പിന്നെ നമ്മുടെ റെയിൻ അറ്റ് നൈറ്റിനെ പെൻസീവ് ഡോട്ടർ ഓഫ് ദി ഡസ്കി നൈറ്റ് എന്ന് വിളിക്കുന്നതും ഒക്കെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഷോർട്ട് എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനും വരാം. അപ്പൊ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും സമ്മറി മനസ്സിലാക്കുക. റിവിഷൻ വീഡിയോ കാണുക നിങ്ങൾ. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.